ആദ്യം പ്രസിഡന്റ് അത് അനൗൺസ് ചെയ്തപ്പോൾ വളരെ പാനിക്കായി പോയി. കാരണം നമ്മുടെ ഒരു നല്ല ശതമാനം ഇന്ത്യൻ കമ്മ്യൂണിറ്റി H1B വിസയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. IT ഇത് എങ്ങോട്ടാണ് പോകുന്നത്, കമ്പ്യൂട്ടർ ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്, ഇന്റർനെറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അത് മനസ്സിലാക്കി വളരെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ കൂട്ടാനും ഗവൺമെന്റിന്റെ തന്നെ പേരിലുള്ള ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനും ഒന്നും ഇന്ത്യ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. ഇപ്പൊ ഞാനൊരു എൻട്രി ലെവലിലുള്ള ആൾക്കാരെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നല്ല സ്കിൽഡ് വർക്കേഴ്സിനെ മാത്രം ഇവിടെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നു. അവിടെ IIT-യിലും IIM-ലും ഒക്കെ ഒരാൾ പഠിച്ചിറങ്ങുന്നതിന് 20 ലക്ഷം 25 ലക്ഷം 30 ലക്ഷം രൂപ ഗവൺമെന്റ് മുടക്കിയിട്ടാണ് ഓരോ വിദ്യാർത്ഥിയും അവിടെ പഠിച്ചിരുന്നത്. അങ്ങനെ ഇറങ്ങുന്ന വിദ്യാർത്ഥികളിലെ നല്ല ശതമാനം ഭൂരിപക്ഷം ആൾക്കാരും അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി കുടിയേറുന്നു. അവരവിടെ നല്ല കരിയർ. വളരെ ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇന്ത്യക്കുള്ളത്. ആ രാജ്യമായിട്ട് പോയി നമ്മളൊരു കോമൺ കറൻസി ഉണ്ടാക്കിയാൽ ആ കോമൺ കറൻസിയുടെ 70% ഓൺ ചെയ്യാൻ പോകുന്നത് ചൈനയാണ്. അപ്പൊ അതൊരു വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ബ്രിക്സ് കോമൺ കറൻസി എന്ന് പറയുന്നത്. നമ്മുടെ കയറ്റുമതിയുടെ ഏകദേശം 70% അല്ലെങ്കിൽ 70-75% പോകുന്നത് US-ലേക്കാണ്. എല്ലാം ഉൾപ്പെടെ 6 സെനാരിയോ ഉള്ളത്. അതിൽ 2 സെനാരിയോയിൽ മാത്രമേ ഈ $100,000 വാലിഡ് ആവുന്നുള്ളൂ. അതായത് പുതിയ H1 ഫ്രം ഔട്ട്സൈഡ് ദ US ആൻഡ് H1-ൽ ഉണ്ടായിരുന്ന ആൾ ഇന്ത്യയെ പോയി തിരിച്ചു പോയി കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് ആ സെയിം കമ്പനി H1 ചെയ്താൽ. ഇതല്ലാത്ത വട്ടം വിളിച്ചിട്ട് മോദി ഒരു വട്ടം പോലും ഫോൺ എടുത്തല്ലെന്ന് വളരെ വീരഗാഥത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം നമ്മുടെ ആവശ്യമാണത്. നമ്മുടെ ആൾക്കാർ അമേരിക്കയുടെ എത്ര ആവശ്യം. ഇമെയിൽ രംഗത്ത് എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഉണ്ടോ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ്? നമ്മൾ ആയിരിക്കുന്ന നിലയിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. നമ്മുടെ ബുദ്ധി കുറവല്ല ഇത്. ഞാൻ പറയുന്നില്ലേ, ഇപ്പൊ സത്യനാടല്ലേയും സുന്ദർ പിച്ചായി എല്ലാം കൂടിയാണ് അമേരിക്കയിൽ IT ഇൻഡസ്ട്രി കീപ്പ് ചെയ്യുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വൈ ദീസ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ് ഇൻ ഇന്ത്യ? നമസ്കാരം. വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഈ H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും ഈ ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധതയുടെ ഭാഗമായിട്ട് ഇമിഗ്രേഷനിൽ വരുത്തിയ വ്യത്യാസങ്ങൾ, ചേഞ്ച്, ഇതെല്ലാം കൃത്യമായിട്ട് ബാധിക്കുന്നത് ഇന്ത്യയാണ്. മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ ഇന്ത്യനെ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്? കാരണം H1Bയെ കുറിച്ച് ആദ്യം പ്രസിഡന്റ് അത് അനൗൺസ് ചെയ്തപ്പോൾ വളരെ പാനിക്കായി പോയി. കാരണം നമ്മുടെ ഒരു നല്ല ശതമാനം ഇന്ത്യൻ കമ്മ്യൂണിറ്റി H1B വിസയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരുണ്ട്. ഇപ്പം ഗ്രീൻ കാർഡോട് കൂടി ഇവിടെ വരുന്ന മെഡിക്കൽ പ്രൊഫഷൻ നേഴ്സുമാരൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറുന്നത് ഗ്രീൻ കാർഡോട് കൂടിയാണ് ഇങ്ങോട്ട് കുടിയേറുന്നത്. ഇപ്പൊ ആ ഒരു ചാൻസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ നേഴ്സുമാർ പോലും H1B വിസയിൽ ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു വിസ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. കാരണം നേഴ്സസിന് അത്രമാത്രം ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രസിഡന്റ് ഈ H1 വിസയുടെ മുകളിൽ ഫീസ് ചാർജ് ചെയ്യുക. അത് എംപ്ലോയർക്ക് മാത്രമാണ്. അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ ഈ H1B വിസയ്ക്ക് ചാർജ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. 1 ടൈം ഫീയേ ഉള്ളൂ, 1 ടൈം ചാർജ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അനൗൺസ്മെന്റിൽ വന്നത്. പക്ഷേ ഈ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതിന് പകരം വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള, അതായത് ഇപ്പം പറയുക IT പ്രൊഫഷണലൊക്കെ ആയിട്ടുള്ള ആൾക്കാർ $250,000 $500,000 ഒക്കെ സാലറി മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വളരെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഈ 100,000 എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അത് കമ്പനികളെയാണ് ബാധിക്കുന്നത്. അപ്പൊ പ്രസിഡന്റിന് ഇത് താൽക്കാലികമായിട്ട് ഒരു 3 വർഷം, ഇനി ഒരു 3-3.5 വർഷം പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് അദ്ദേഹം പ്രഖ്യാപിച്ച സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാവുകയും കൂടെ ചെയ്തതുകൊണ്ട് അദ്ദേഹം ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഈ അമേരിക്കയുടെ കടമൊന്ന് കുറച്ച് ഇറങ്ങിപ്പോണെന്നുള്ള ഒരു രീതിയിൽ ഇത് കുത്തിവാരുന്നതിനുള്ള ഒരു ശ്രമമാണോ പ്രസിഡന്റ് നടത്തുന്നത്? അതായത് ഇതുകൊണ്ടുള്ള ദൂരവ്യാപകമായ ബുദ്ധിമുട്ടുകൾ അമേരിക്കയ്ക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. കാരണം ഈ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നു. അവിടെ IIT-യിലും IIM-ലും ഒക്കെ ഒരാൾ പഠിച്ചിറങ്ങുന്നതിന് 20 ലക്ഷം 25 ലക്ഷം 30 ലക്ഷം രൂപ ഗവൺമെന്റ് മുടക്കിയിട്ടാണ് ഓരോ വിദ്യാർത്ഥിയും അവിടെ പഠിച്ചിരുന്നത്. അങ്ങനെ ഇറങ്ങുന്ന വിദ്യാർത്ഥികളിലെ നല്ല ശതമാനം ഭൂരിപക്ഷം ആൾക്കാരും
അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി കുടിയേറുന്നു. അവരവിടെ നല്ല കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പക്ഷെ അത് ഇന്ത്യക്ക് വളരെ നല്ല രീതിയിൽ അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട്. നമ്മളതിനെ ബ്രെയിൻ ഡ്രെയിൻ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഇപ്പം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പല നിയന്ത്രണങ്ങളും, അതായത് താരിഫ് നിയന്ത്രണങ്ങളും, ഈ വിസയുടെ പലതരം വിസയ്ക്കും അദ്ദേഹം ഇമിഗ്രേഷനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങളും എല്ലാം ഇന്ത്യക്ക് അത് ഗുണകരമായി മാറാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. എന്താണ് വിൻസെന്റ് ചേട്ടൻ അതിനെ കുറിച്ച് തോന്നുന്നത്? Thank you, Jinsmoon, for having me. No, absolutely. ഇപ്പം 1984 നമ്മുടെ കേരളത്തിന്റെ സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്ത വർഷമാണ് ആദ്യമായിട്ട് കേരളത്തിൽ തൃശ്ശൂർ 15 സീറ്റ്, ട്രിവാൻഡ്രത്ത് 15 സീറ്റ് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് വരുന്നത്. IIT-കൾ മേ ബി കപ്പിൾ ഓഫ് ഇയേഴ്സ് ബിഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 40 വർഷം ഈ ടെക്നോളജി ഇത്രയും ആക്റ്റീവായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയി നമ്മുടെ പിള്ളേരെ നമ്മൾ ഒത്തിരി പേരെ എഞ്ചിനീയേഴ്സ് ആക്കി. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ ഈ AI റെവല്യൂഷൻ വന്നപ്പോ, ഇപ്പം ഇന്റർനെറ്റ് റെവല്യൂഷൻ വന്നപ്പോൾ 1990s, നമുക്കത് ഇന്ത്യ വളരെ പുറകെ പോയതിന് നമുക്ക് കാര്യമായിട്ട് ഇന്ത്യനെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്ത്യ വാസ് ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് നരസിംഹറാവുവിന്റെ റിഫോം എല്ലാം കഴിഞ്ഞ് ഇന്ത്യ ഒരു ഫ്രീ എക്കണോമി ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്ന സമയമായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഇറ്റ് ഈസ് 2025. And if you watch the AI coverage, the AI revenue generated, AI applications, India is a very distant 4th place. America is above 50%, and Europe is like 30%, China is like 24%, India is like 5 or 6%. ഇതിന്റെ കാരണം ജിൻസ്മോൻ പറഞ്ഞതുപോലെ തന്നെ I will blame it on completely on this total brain drain. അതായത് ഈ ടെക്നോളജിയിൽ ഇപ്പം ഹൈ കാലിബർ ഉള്ള എല്ലാവരും അമേരിക്കയിൽ പോവുക, അമേരിക്കയിൽ H1 ആവുക, ഗ്രീൻ കാർഡ് മേടിക്കുക, സിറ്റിസൺ ആവുക എന്നുള്ളൊരു ഗോളോടുകൂടിയാണ് അവരത് ചെയ്തത്. ഇപ്പൊ നമുക്ക് ഈ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് കാര്യമായ പ്രശ്നങ്ങൾ നമ്മളോട് ഫേസ് ചെയ്തിട്ടില്ല. നമുക്ക് വെർട്ടിക്കൽ ഗ്രോത്ത് ഉണ്ടായി. അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ വന്നവർക്ക് നമ്മളുടെ ഈ പ്രൊമോഷൻസിലും കാര്യങ്ങളിലും നമ്മളുടെ റേറ്റ്, ബില്ലിംഗ് റേറ്റ് കൂടുന്നതിലും എല്ലാം നമുക്ക് കാര്യമായൊരു പ്രശ്നം ഉണ്ടായില്ല. ചൈനയുടെ ഈ H1 വന്ന അല്ലെങ്കിൽ F1 സ്റ്റുഡന്റ് വിസയിൽ വന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നതുകൊണ്ട് പലരും നാച്ചുറലി തിരിച്ചു പോകാൻ ആഗ്രഹിച്ചവരാണ്. അത് കൂടാതെ തന്നെ ചൈന വാസ് റിയലി ഐയിങ് ഫോർ ഡോമിനേഷൻ, വേൾഡ് ഡോമിനേഷൻ. യു ക്യാൻ സീ ദാറ്റ് നൗ. ഇന്ത്യ ഒരിക്കലും അങ്ങനെ ഒരു ഗോൾ ഇന്ത്യ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യ എപ്പോഴും H1B വിസേനയും ആ നമ്പറിനെ പുഷ് ചെയ്യാനാണ് ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്പർ 65,000 ആയിരുന്നപ്പോൾ അത് കൂട്ടാനായിട്ട് ഇന്ത്യ പുഷ് ചെയ്യുന്നു, ഗവൺമെന്റിനെ പുഷ് ചെയ്യുന്നു. അതായത് നമ്മുടെ ആൾക്കാരെ പുറത്തേക്ക് വിടുക, അതിൽ നിന്ന് കിട്ടുന്ന റെമിറ്റൻസസ് ഡോളർ ടേംസിൽ ബാങ്കിലേക്ക് വരുന്ന എമൗണ്ടിൽ മാത്രമായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോളിസിപരമായ ഒരു ശ്രദ്ധ. അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഹെൽപ്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഈ IT ഇത് എങ്ങോട്ടാണ് പോകുന്നത്, കമ്പ്യൂട്ടർ ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്, ഇന്റർനെറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അത് മനസ്സിലാക്കി വളരെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ കൂട്ടാനും ഗവൺമെന്റിന്റെ തന്നെ പേരിലുള്ള ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനും ഒന്നും ഇന്ത്യ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. ഇപ്പൊ ഞാനൊരു AI കമ്പനിയിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തത് 2016-ലാണ്. വെറും കേവലം 31 വയസ്സ്, ഇപ്പോഴും അവന് പ്രായമുള്ളൂ. എൻ്റെ CEO എന്റെ മകനേക്കാളുള്ളതാണ്. ബട്ട് ഹി വാസ് ടെല്ലിങ് മീ AI ആണ് സാർ ഇതിന്റെ ഫ്യൂച്ചർ, AI ആണ് ഫ്യൂച്ചർ. പക്ഷെ ഇന്ത്യയിൽ പലർക്കും നമ്മുടെ അന്ന് ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ വന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഞാൻ H1 കൊണ്ടുവന്നിട്ടുള്ള പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ആർക്കും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അവരുടെ ജോലി കിട്ടുന്നു, കംഫർട്ടബിൾ ആവുന്നു, ജാവ J2 ഈ പ്രോഗ്രാമിംഗ് ചെയ്യുന്നു, അവർക്ക് ശമ്പളം കിട്ടുന്നു. ഇത് എങ്ങോട്ടാണ് അടുത്തത് പോകുന്നത് എന്നുള്ളത് വരുന്നവരുടെ കല്യാണം കഴിക്കുന്നു, കൊച്ചുങ്ങളുണ്ടാവുന്നു. സോ ദേ ഗോട്ട് ബിസി വിത്ത് ദിസ് ഹോൾ തിങ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതിനൊരു പുഷ് ഉണ്ടായില്ല. അതായത് ഈ ടാലന്റിനെ ഇന്ത്യയിൽ പിടിച്ചു നിർത്തി വളർത്താനുള്ള അതിന്റെ ഡ്രോബാക്ക് നമ്മൾ പിന്നീട് ഇപ്പോഴും അനുഭവിക്കുകയാണ്. അപ്പോ എന്റെ ഒരു കോൺസെപ്റ്റിൽ, എന്റെ ചിന്തയിൽ ഞാൻ പറയുന്നത് ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ വളരെ ദാരിദ്ര്യം ഉള്ളൊരു സിറ്റുവേഷനിൽ രാജ്യത്ത് നമുക്ക് നാച്ചുറലി വേണ്ടത് ഫോറിൻ റെമിറ്റൻസസ് ആണ്. ആ സാഹചര്യം മാറി ഇന്ത്യയുടെ. ഇനിയും ഇന്ത്യ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് ഈ ആൾക്കാർ പോവാണ്ടിരിക്കാനാണ്. അപ്പൊ ഈ ഫീസ് കൂട്ടുന്നത് ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചും ഒരു നല്ല കാര്യമായിട്ട് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബിക്കോസ്
നമ്മളിപ്പം ഇന്ന് പ്രസിഡന്റ് ട്രംപിന്റെ സ്പീച്ച് കേട്ടാൽ, UN സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും പുള്ളി കണ്ണടച്ച് തെറിപറയാണ്. പുള്ളി ഇന്ത്യക്കാരെ മാത്രം ഒന്നും പറഞ്ഞില്ല. പുള്ളി ആകെ പേടിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ, പോളിസിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അത് വളരെ വ്യക്തിപരമാവുന്നു. ഉടനെ ട്രംപിന് ഇന്ത്യ വിരുദ്ധതയാണെന്ന് പറയുന്നു. ട്രംപിന്റെ ഇന്നത്തെ പ്രസംഗം കേട്ടാൽ അലൈസിനെയും എനിമീസിനെയും ഒരുപോലെ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് പുള്ളി എല്ലാവർക്കും കൊടുത്തത്. പുള്ളി പറഞ്ഞു, 2 ആഴ്ച മുമ്പാണ് ഞാൻ അറിഞ്ഞത് റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസ് മേടിക്കുന്നുണ്ടോ. ദാറ്റ് ഈസ് പത്തറ്റിക്. അപ്പം ഡെഫിനറ്റ്ലി ട്രംപ് ഇന്ത്യയെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നതും നമ്മൾ പറയുന്നതും തെറ്റാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ടാരിഫ് ചുമത്തുന്ന ഒരു രാജ്യമാണ്. അത് നമുക്കറിയാം. ഇറ്റ്സ് എ ഫാക്ട്. അതുകൊണ്ടാണ് ഈ പണ്ട് എയർപോർട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റംസും ഈ പ്രശ്നങ്ങളും എല്ലാം കാരണം ഇവിടെ നിന്ന് ജോണി വാക്കർ കൊണ്ടുവന്നു കഴിഞ്ഞാലൊക്കെ അതിന്റെ പിടുത്തവും വലിയും ആകെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അത് കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഇസ് ദ സെയിം ആസ് ടാരിഫ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ടാരിഫ് ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് പക്ഷേ അമേരിക്കയിൽ ഒരു ടാരിഫും കൊടുക്കാൻ റെഡിയല്ല. അതുപോലെ തന്നെ ഈ H1 വരുന്ന ആൾക്കാരെ, അമേരിക്കയുടെ പോളിസിയല്ലേ അമേരിക്ക പറഞ്ഞത്, $100,000 ഞങ്ങൾ ഫീസ് കൂട്ടാൻ പോകുന്നു. ഇന്ത്യയിലെ ഞാൻ ഇതിനു മുമ്പ് വേറെ പാനൽ ഡിസ്കഷൻസിൽ വന്നു. അവരെല്ലാവരും എന്തോ ട്രംപ് എന്തോ ഇന്ത്യനെ ടാർഗറ്റ് ചെയ്ത് മനഃപൂർവ്വം വരുന്നു. ഇന്ത്യയുടെ H1s ഓൺലി 67% ഈ H1 സ്റ്റിൽ ദർ ഈസ് 33% ഓഫ് അതർ H1s. ഇത് എല്ലാവർക്കും ബാധകമാണ്. ആൻഡ് പ്ലസ് ദർ ആർ 6 സെനാരിയോസ് ആണ് ഈ ഇതിനകത്തുള്ളത്. ഈ H1 റിന്യൂവൽ സെനാരിയോ എല്ലാം ഉൾപ്പെടെ 6 സെനാരിയോ ഉള്ളത്. അതിൽ 2 സെനാരിയോയിൽ മാത്രമേ ഈ $100,000 വാലിഡ് ആവുന്നുള്ളൂ. അതായത് പുതിയ H1 ഫ്രം ഔട്ട്സൈഡ് ദ US ആൻഡ് H1 ഉണ്ടായിരുന്ന ആൾ ഇന്ത്യയെ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് ആ സെയിം കമ്പനി H1 ചെയ്താൽ. ഇതല്ലാത്ത ഒരു സെനാരിയോയിലും 100,000 ഫീസ് ആപ്ലിക്കബിൾ അല്ല. F1 വിസയിൽ നിന്നും H1 കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ആപ്ലിക്കബിൾ അല്ല. നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് മാറി H1 മാറുമ്പോൾ ഇത് ആപ്ലിക്കബിൾ അല്ല ഇവിടെ തന്നെ ആണെങ്കിൽ. അപ്പോ പുതിയ H1 മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇന്ത്യയില് നമ്മുടെ ഈ ബ്രെയിൻ ഡ്രെയിനെ തടയാനായിട്ട് ഈ പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തുന്നതാണ് നല്ലതെന്ന് ഇപ്പം വിൻസേട്ടൻ പറഞ്ഞു. പക്ഷെ അതിന്റെ അകത്തൊരു കാര്യമുണ്ട്, ഇന്ത്യക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ കാരണം എന്താ വെച്ചാല്, പക്ഷെ ഇന്ത്യക്ക് അത് എങ്ങനെ നല്ലതാകും? കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ. കാരണം 140 ബില്യൺ ആൾക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരുള്ള ഒരു രാജ്യത്ത് നിന്ന് നമ്മളെ സംബന്ധിച്ചിട്ട് IIT-യിലോ IIM-ൽ പഠിച്ചു പോകുന്ന കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോയാലും ഇന്ത്യനെ അത് ബാധിക്കേണ്ടതല്ല. അത് ഇന്ത്യയെ ബാധിക്കേണ്ടത്. ഞാൻ പറയാം, ആൻസർ ഞാൻ പറയാം. ഇഫ് യു വാച്ച്, നമ്മളിപ്പോ ഈ ഇന്ത്യക്കാരെ പറ്റി പ്രതാപം പറയുമ്പോഴല്ല, നമ്മൾ ഈ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരെ ഹയർ ചെയ്ത് വലുതാക്കി CEO ആക്കിയ ആൾക്കാരെ പറ്റി നമ്മൾ പറയുന്നത് മുഴുവൻ. സുന്ദർ പിച്ചായി, സത്യ നടല്ല എന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം അമേരിക്കയിൽ പഠിക്കാൻ വന്ന് അത് കഴിഞ്ഞ് H1 ഗ്രീൻ കാർഡ് മേടിച്ച് വലുതാക്കിയ ആൾക്കാരാണ്. അതായത് അമേരിക്കൻ കമ്പനികൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവർ വലുതാക്കി. നമ്മളുടെ ടെക്നോളജി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യക്കാരന്റെ, ഞാനൊരു ഇന്ത്യക്കാരനായിട്ട്, ഞാൻ അമേരിക്കൻ സിറ്റിസൺ ആണ്, പക്ഷെ ഒരു ഇന്ത്യക്കാരനായിട്ട് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ, ഇമെയിൽ രംഗത്ത് എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഉണ്ടോ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഇതാണ്. ബിക്കോസ് സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരും ബ്രെയിൻ ഉള്ള ആൾക്കാരും അമേരിക്കയിലോട്ട് പോരുന്നു. അമേരിക്കൻ കമ്പനികൾ അവരെ വളരെ കാര്യമായിട്ട് എന്റർടൈൻ ചെയ്യുന്നു. അവർക്ക് അവരുടെ ഐഡിയസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഫേസ്ബുക്കും വാട്സാപ്പും ഗൂഗിളും ഒക്കെ തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല, അത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിന് നമ്മൾ ഈ ട്രംപിന്റെ ഒരു ഇന്ത്യ വിരുദ്ധത എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇവിടെ ഇല്ലീഗലായിട്ടുള്ള അല്ലെ കേസിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ 3-4 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് എന്തുകൊണ്ട് ചൈനക്കാരനെ കൊണ്ടുപോയില്ല? ചൈനക്കാർ ഇവിടെ ഇല്ലീഗലായിട്ട് വരുന്നുണ്ടല്ലോ. ചൈനക്കാർ മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഇല്ലീഗലായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യനെ ആദ്യം തൊട്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്ത്, അതായത് ഈ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് 10-20 മണിക്കൂർ എടുക്കും. സ്പെഷ്യൽ ഫ്ലൈറ്റിന് അവിടെ കൊണ്ടുപോയി ഇറക്കുക ഇന്ത്യ. കാരണം അതൊക്കെ ഒരു ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. കാരണം നമ്മളാണ് ഈ ഇങ്ങനെയുള്ള പല സിസ്റ്റവും മിസ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഏറ്റവും കുറച്ച് ഈ സിസ്റ്റത്തെ അബ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കുറച്ചുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. കാരണം ഇന്ത്യക്കാർ അത്ര റിസ്ക് എടുക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. മെക്സിക്കൻ ബോർഡറിൽ കൂടെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. കാരണം പഞ്ചാബികളോ ഗുജറാത്തികളൊക്കെ നല്ല ശതമാനം ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം മലയാളികളും ആണെങ്കിലും ഇവിടെ അമേരിക്കയിൽ കുടിയേറാൻ ശ്രമിക്കുന്നതിന് പല വഴികളും സ്വീകരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ തൊട്ടിട്ട് പിന്നെ താരിഫ് വന്നു, അത് കഴിഞ്ഞ് വിസയിൽ റെസ്ട്രിക്ഷൻസ് വന്നു, പല വിസകളിലും റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തെന്ന് പറയുന്നതിന്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റിയല്ല. പറ്റീഷ എന്താണ് ഈ ഒരു കാരണം? ഇപ്പം ഈ അമേരിക്കയിൽ മാത്രമല്ല, കാരണം മറ്റുള്ള പല രാജ്യങ്ങളിലും
അമേരിക്കനെ ഒരു ലീഡ് റോളിലാണല്ലോ കാണുന്നത് പല രാജ്യങ്ങളിലും. ഇപ്പൊ UK PR-ല്, കാരണം UK അവിടെ നമ്മൾ വർക്ക് പെർമിറ്റ് ചെന്ന് കഴിഞ്ഞാൽ 4.5 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ PR കിട്ടുമായിരുന്നു, അല്ല സിറ്റിസൺ കിട്ടുമായിരുന്നു. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പൊ ആ 4.5 വർഷം എന്നുള്ള അതിപ്പോ ഒരു 10 വർഷം ആക്കാനും ഇമിഗ്രേഷൻ കംപ്ലീറ്റ്ലി അസാധ്യമാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് പല രാജ്യങ്ങളും ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന പല രാജ്യങ്ങൾ ലൈക്ക് ഓസ്ട്രേലിയ, കാനഡ, അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ജെൻസ്, ഇത് വന്നിട്ട് ഇവിടെ ഒരു തുടക്കം, നമ്മൾ അമേരിക്കയിൽ ഒരു തുടക്കം കുറിച്ച് അത് മറ്റ് രാജ്യങ്ങൾ നോക്കി കണ്ടിട്ട് അതിനെ അവര് തങ്ങളുടെ രാജ്യത്തിലേക്കും അതിനെ കണ്ടിന്യൂസ് ആയി അതിന്റെ ഒരു കണ്ടിന്യൂറ്റി മറ്റു രാജ്യങ്ങളിലേക്കും ഉണ്ടായി എന്ന് വേണം നമുക്ക് നോക്കിക്കാണാനായിട്ട്. ഇവിടുത്തെ ഈ ഒരു H1B വിസയുടെ ഈ ഒരു ഫീസ് വർധന നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ പക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ ജിൻസ് പറഞ്ഞ പോലെ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് ക്വാളിറ്റി കുറഞ്ഞ ഫയലിങ്ങുകൾ നിയന്ത്രിക്കുക, പെറ്റീഷന്റെ നിലവാരം ഉയർത്തുക എന്നുള്ള പലതരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയലിങ്ങുകളെ തടയുക, പൂൾ തലത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ഇതിൽ നിന്നും എന്താ പറയാ സോർട്ട് ചെയ്ത് നല്ല പ്രതിഭകളെ കണ്ടെത്തുക, അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എൻട്രി ലെവലിലുള്ള ആൾക്കാരെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നല്ല സ്കിൽഡ് വർക്കേഴ്സിനെ മാത്രം ഇവിടെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് അവര് ഇപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ H1B വിസയുടെ ഫീസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ കറന്റ്ലി ഉള്ള ആൾക്കാർക്ക് ഒരു കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനും ഒരു സാലറി ഇൻക്രീസിനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിനി ഇല്ലെന്ന് പറഞ്ഞാലും അതാണ് ഉണ്ടാകാൻ പോകുന്നൊരു സാധ്യത. അതാണ് രണ്ടാമത് വരാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത്രയും കാലം നമ്മൾ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വരുന്നത് ഒരു റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ആണ് നടക്കാൻ പോകുന്നത്. അതായത് ഈ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ബ്രെയിൻ ഡ്രെയിനിന്റെ ഒരു ഒഴുക്ക്, ആ ഒരു ഇത് ഇപ്പൊ റിവേഴ്സ് ആയിട്ട് നടക്കാൻ പോവാണ്. അതായത് നമ്മുടെ അവിടെ തന്നെ പിന്നെ എന്താ പറയാ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി പൊസിഷനിങ് പ്രോഗ്രാംസ് ഫോർ ടാലന്റ് ബിൽഡ് അറ്റ് ഹോം എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ ടാലന്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇത് US ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ മറ്റുള്ള നാടുകൾ, അതായത് കാനഡ, പിന്നെ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലെ ഇതുപോലെയുള്ള മറ്റ് നാടുകളൊക്കെ, ചൈന, ഇപ്പൊ പറഞ്ഞ പോലെ ചൈന, ഇതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ പലതരത്തിലുള്ള വിസകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഇങ്ങനെയുള്ള ഈ ബ്രെയിൻ ഡ്രെയിൻ, അതായത് ഇങ്ങനെയുള്ള വൈദഗ്ധ്യമുള്ള സ്റ്റുഡൻസിനെ ആയാലും സ്കിൽഡ് എംപ്ലോയീസിനെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു ഒഴുക്ക് അത് എത്രത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മറ്റ് നാടുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വിൻസൻ പറഞ്ഞതുപോലെ ഈ ഒരു ഒഴുക്കെന്ന് പറയുന്നത്, അത് സാമ്പത്തികമായിട്ടുള്ള ഒഴുക്കെന്ന് പറയുന്നത് അത് നിലയ്ക്കാൻ പോകുന്നില്ല. എന്തായാലും അത് നിലയ്ക്കാൻ പോകുന്നില്ല. ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു സ്ഥലത്തേക്കും അത് തുറന്നു കൊടുക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ റിമോട്ട് ആൻഡ് ക്രോസ് ബോർഡർ ജോലികൾ വളരെയധികം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതായത് ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ജോലികളൊക്കെ റിമോട്ട് വർക്കുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല റിമോട്ട് വർക്കുകളൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് കമ്പനികൾ അങ്ങനെ ചിന്തിച്ചുകൂടാ? ഇവിടെ നിന്ന് അഥവാ എൻട്രി ലെവൽ എംപ്ലോയീസ് അഥവാ പോകേണ്ടി വന്നാലും, അല്ലെങ്കിൽ എൻട്രി ലെവൽ എംപ്ലോയീസിനെ എടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അവർ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ തന്നെ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ ആൾക്കാരെ എംപ്ലോയീസിനെ എടുത്തുകൊണ്ട് റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന ഒരു സാധ്യത എന്തുകൊണ്ട് കമ്പനികൾക്ക് കണ്ടുകൂടാ എന്ന് നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതും കമ്പനികൾക്ക് അത് അഡ്വാൻറ്റേജ് അല്ലേ? അത് നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ എംപ്ലോയീസിനെ സംബന്ധിച്ച്
എൻട്രി ലെവലിലുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് ഇവിടെ വരാതെ തന്നെ റിമോട്ട്ലി അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ജോലികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അത് വരില്ല. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു പിന്നെ H1B വിസ ഇത്രയധികം ഫീ വർധന ഉണ്ടായത് ഏത് തരത്തിലേക്കാണോ പ്രസിഡന്റ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ എവിടെയാണോ ഇന്ത്യ ഗവൺമെന്റിന് ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ ആ ഒരു രീതിയിലേക്ക് തളയ്ക്കണമെന്ന് തീരുമാനിച്ചതോ, പക്ഷെ അതിന്റെ എതിർ ദിശയിലേക്ക് നടക്കും എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുണ്ടാകുന്നത്. ഇതിനേക്കാൾ ഉപരി ഇതൊക്കെ എത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇതിനെല്ലാത്തിനുമുള്ള കാരണം എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് വരുമ്പോഴത്തേനും അദ്ദേഹത്തിനുണ്ടായ ഒരു എന്താ പറയാ എന്തോ സാധിക്കണമെന്നുണ്ട്. എന്തെങ്കിലും കാരണം വിൻസൻ തലയാട്ടുന്നുണ്ട് ഇല്ല എന്നുള്ളത്. ചിലപ്പോ റഷ്യയുടെ റഷ്യ യുക്രൈന്റെ യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കാം, അതിന് ഇന്ത്യയുമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇന്ത്യ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല പല കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു 3 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴോ ഇതിന്റെ മാറ്റം വരില്ല എന്ന് ആര് കണ്ടു? ഇതൊക്കെ തിരിച്ചു വീണ്ടും റിവേഴ്സ് ആകില്ല എന്ന് നമുക്ക് പട്രീഷ, അത് ഈ പ്രസിഡന്റ് ട്രംപിന്റെ ഒരൊറ്റ അജണ്ട, അതായത് ഇങ്ങോട്ടുള്ള കുടിയേറ്റം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അതായത് ഇമിഗ്രേഷനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ അജണ്ടയ്ക്ക് പുറത്താണ് പല പ്രോഗ്രാമുകളും പുള്ളി ചാർട്ട് ചെയ്തേക്കണേ. പക്ഷെ ഇവിടെ ഞാൻ പറയും, ഇപ്പൊ ഈ നേഴ്സസിന്റെ കാര്യം, ഇവിടെ കോവിഡിന്റെ സമയത്ത് ന്യൂയോർക്കിലാണല്ലോ ഈ ചൈനയിൽ നിന്നും ഒക്കെ ഏതാണ്ട് 30 ലക്ഷത്തോളം 3 മില്യണോളം ആൾക്കാർ JFK എയർപോർട്ട് വഴി വന്നിറങ്ങി പോയ സ്ഥലങ്ങളിലാണ് ഇപ്പൊ നാസോകണ്ടി, സഹോകണ്ടി, ക്യൂൻസ്, വെസ്റ്റ്ചെസ്റ്റർ എന്ന് വെച്ചാൽ ന്യൂയോർക്കിന് ചുറ്റുമുള്ള സ്ഥലത്താണ് കോവിഡ് പടർന്നു പിടിച്ചത്. അപ്പൊ അന്നത്തെ സമയത്ത് ഈ കോവിഡ് എന്താന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലായി വരുന്നില്ല. ആൾക്കാർ ഒത്തിരി മരിക്കുന്നു, ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പേടിക്കുന്നു. അവിടുത്തെ ICUയിലൊക്കെ പ്രഷർ കുറച്ചിട്ട് മർദ്ദം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നു. അങ്ങോട്ടൊന്നും ഈ പറഞ്ഞ പോലെ ICU കിടക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കൊന്നും എല്ലാവരും തന്നെ പേടിച്ചിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ. അന്നേരമാണ് ഇവിടുത്തെ ഗവർണർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഗവർണർ ചോദിക്കുകയാണ്, ആൻഡ്രൂ കുമോ, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഈ അമേരിക്കയുടെ പല സ്ഥലങ്ങളിലും അന്നേരം ഈ കോവിഡ് വന്നിട്ട് പോലും ഇല്ല. അപ്പൊ നിങ്ങൾ അവിടെയുള്ള നേഴ്സസ് എക്സ്ട്രാ ഈ ട്രാവൽ നേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് വല്ലപ്പോഴും ഒക്കെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ 2 ഇരട്ടി 3 ഇരട്ടി ശമ്പളം കിട്ടുന്ന, അവര് പല സ്ഥലങ്ങളിലും പോയി ട്രാവൽ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ വരെയും പോയി ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നേഴ്സസ് ഉണ്ട്, ട്രാവൽ നേഴ്സുമാര്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഓഫർ, ഡെയിലി ഏകദേശം $1000 അന്ന് കൊടുത്തത്. പുള്ളി കരഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ നോക്കും, നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദി ഉണ്ടായിരിക്കും, മറ്റുള്ള ഗവർണർമാരോട് വരെയും പുള്ളി അഭ്യർത്ഥിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഇന്ത്യക്ക് ഗുണകരമാകുന്ന പോലെ തന്നെ അമേരിക്കക്ക് ദോഷമായിട്ട് ഉപയോഗിക്കാനുള്ള സാധനമുണ്ട്. പക്ഷെ ഞാൻ മെഡിക്കൽ ഫീൽഡ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, ഇവര് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു വർക്ക് കൾച്ചർ വെച്ചിട്ട് ഈ പറഞ്ഞ നമ്മൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ നൈറ്റ് ടൈം അല്ലെങ്കിൽ വീക്കെൻഡുകളിലൊന്നും ഇവര് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ പിള്ളേര് തന്നെ അവർ ആ രീതിയിലാണ്, ഇവിടുത്തെ സിസ്റ്റത്തിലാണ് വളർന്നു വരുന്നത്. അവര് ആ ഒരു വർക്ക് കൾച്ചർ ഉള്ള ഭാഗമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ ആളെ കിട്ടിയല്ല. അതിനിപ്പോ ആ കൾച്ചർ മാറിയിട്ട് ഇപ്പൊ ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഒരു ഭരണ നേതൃത്വത്തിനോ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ പോയി ഈ സമയത്ത് വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന്, നിങ്ങൾക്ക് കിട്ടുന്നു ഞങ്ങൾക്ക് കിട്ടുന്നോ മതി എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉള്ളപ്പോൾ അവരെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിക്കാനൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ സമയത്ത് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇന്ത്യക്കാരുടെ വർക്ക് കൾച്ചർ പ്രകാരം ഇപ്പൊ അതുകൊണ്ടാണല്ലോ നേഴ്സസൊക്കെ ഈ ഡോക്ടേഴ്സും ഒക്കെ H1Bയിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയുള്ള ഒത്തിരി പേര് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പ്രസിഡന്റിന്റെ ഈ നടപടികൾ ഒരു മുൻവിധി ഇല്ലാതെ ആണ് എന്ന് എന്താണ് ജേക്കബിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇതിനെ വേറൊരു തലത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിത് ഈ ട്രംപ് എടുത്ത ഈ നടപടി ഇന്ത്യ ഭരണകൂടം ഇപ്പൊ ഇരന്ന് വാങ്ങിയതാണെന്ന് പറയേണ്ടി വരും. ആ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരിയെ പ്രകോപിപ്പിക്കുന്ന നടപടികളാണ് നമ്മുടെ ഭരണകൂടം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് പോളിസിയുടെ ദൗർബല്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ BJPയുടെ നാവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലുണ്ട്, റിപ്പബ്ലിക്കൻ TV. ഈ റിപ്പബ്ലിക്കൻ ടിവിയിലെ പ്രമുഖനായ അർണബ് ഗോസ്വാമിയുടെ ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ അമേരിക്കയിലെങ്ങും തരംഗമായി.
ട്രംപിനെയും അമേരിക്കയെ ഭരണകൂടത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന നിരന്തരമായിട്ട് അദ്ദേഹത്തിനെ കുറ്റം പറയുന്ന രീതിയിലുള്ള, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ഇന്ത്യനെ മറ്റ് പല രാഷ്ട്രങ്ങളെയും പേര് ഉദ്ധരിച്ച കൂട്ടത്തിൽ ഇന്ത്യനെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് പറയുന്നത് ഇതൊരു കാരണമാണ്. മറ്റൊരു കാരണം കൂടിയുണ്ട് ഞാൻ ഇത് കാണുന്നത്. ഇവിടെ 2 ലോക മഹാശക്തികളായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കയും മറ്റ് സോവിയറ്റ് യൂണിയനും. ഈ സോവിയറ്റ് യൂണിയനെ ചുക്കാൻ പിടിച്ചത് മിഖായിൽ ഗോർബച്ചോവ് ആയിരുന്നു. അപ്പം അമേരിക്കയ്ക്ക് പകരമായിട്ട് ഉയർന്നു വരുന്ന മറ്റൊരു ചേരിനെ എങ്ങനെയെങ്കിലും നിർമ്മാർജ്ജനം തുടച്ചു നീക്കുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അമേരിക്ക, എനിക്കൊന്ന് റൊണാൾഡ് റീഗന്റെ കാലത്താണെന്ന് തോന്നുന്നുണ്ട് ആ സംഭവം തോന്നുന്നു. അന്ന് ആ സമയത്ത് അവിടുത്തെ സോവിയറ്റ് യൂണിയൻ ഒന്നുമല്ലാതെ നിലംപരിശായി കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പലതുമായി വിഘടിച്ചു വന്നു. അവസാനം മിഖായിൽ ഗോർബച്ചോവ് ന്യൂയോർക്ക് ടൈംസിലെ ലേഖകനുമായി വന്നു, അങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നു. അതിനുശേഷം അമേരിക്കയെ ചോദ്യം ചെയ്യപ്പെടാത്തൊരു ശക്തിയായി ലോക പോലീസിനെ തലയെടുത്ത് നിൽക്കുകയാണ്. അമേരിക്ക ഇന്ന് നമുക്കറിയാം എത്ര ഇന്ന് ഈ ഇന്ത്യ ആശ്രയിക്കുന്നത് കയറ്റുമതിക്കായാലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായാലും ഇന്ന് അമേരിക്കയാണ് മെയിനായിട്ട്. ജോലിക്ക് മെയിനായിട്ട് പോകുന്നത് UAE പോകുന്നുണ്ട്, കുവൈറ്റ്, മിഡിൽ ഈസ്റ്റ്, ഇതെല്ലാം കഴിയുകയാണെങ്കിൽ പിന്നെ ഈ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അമേരിക്കയാണ്. കയറ്റുമതി രംഗത്താണെങ്കിൽ അമേരിക്ക പിന്നിലായിട്ട് കാനഡയുണ്ട്. പക്ഷെ റഷ്യയിലേക്ക് എത്ര പേര് ഇവിടെ നമുക്ക് വിദ്യാഭ്യാസമായിട്ട് പോകുന്നുണ്ടായിരിക്കാം, ജോലി സംബന്ധമായ കാര്യം, നമ്മുടെ കയറ്റുമതിയുടെ തീരുവയുടെ എത്ര നിരക്ക് വളരെ വളരെ തുച്ഛമായ പെർസെൻറ്റേജ് മാത്രമാണ്. ഇങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം 1997 ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്, അവളുടെ പേരും ശരിക്കും ഓർക്കുന്നില്ല, അദ്ദേഹമാണ് രൂപകൽപ്പന ചെയ്ത ഒരു തരംഗമുണ്ട്. അത് പിന്നീട് നമ്മുടെ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അതിനുള്ള ഇന്ത്യയുമായിട്ടുള്ള രൂപരേഖകൾ നടന്നത്. പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മളതിൽ അംഗമായി. അതാണ് ബ്രിക്സ്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, 5 രാജ്യങ്ങൾ കൂടാണ് ബ്രിക്സ്. ഇന്ന് ഈ 5 രാജ്യങ്ങൾ കൂടുന്ന ഇന്നത് 10ആയി. ഇപ്പോൾ അത് എത്യോപ്യയും പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് UAEയും മറ്റ് പല രാജ്യങ്ങളും അതിൻ്റെ കൂടെ 10 രാജ്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ. അപ്പോൾ ഈ ബ്രിക്സ് അതിനു മുമ്പ് ഇവിടെ യൂറോപ്യൻ യൂണിയൻ വന്നു. യൂറോപ്യൻ യൂണിയനെ എങ്ങനെയെങ്കിലും നാമവിശേഷമാക്കുന്ന അമേരിക്കയുടെ അജണ്ട ഒരു ഫലത്തിൽ ഫലിച്ചു എന്ന് വേണം പറയാൻ. യൂറോയുടെ വന്നു, യൂറോൻ നിലംപരിശപ്പോൾ ഈ മൊത്തത്തിൽ ഇവിടെ ഡോളറിനാണ് മേൽക്കോയ്മ. അപ്പോൾ ഇവിടെ ഈ ബ്രിക്സ് ഇവിടെ ഒരു തലയെടുപ്പോട് നിൽക്കുകയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഇറക്കുമതിയാണ് റഷ്യയിലേക്ക് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. മൊത്തത്തിലുള്ള നമ്മുടെ കയറ്റുമതിയുടെ ഏകദേശം 70% അല്ലെങ്കിൽ 70-75% പോകുന്നത് US-ലേക്കാണ്. മിഡിൽ ഈസ്റ്റിലേക്കും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കെല്ലാം പോകുന്നത് വളരെ തുച്ഛമാണ്. കയറ്റുമതി നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തം കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഏകദേശം വെറും 4% മാത്രമാണ് റഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ അമേരിക്കനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് ഇറാന് അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിനൊക്കെ ആയിരുന്നു. നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗത്തും അമേരിക്ക സ്വന്തമായിട്ട് ഓയിൽ കമ്പനികളുണ്ട്. അത് ഇറാനിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സൗദിയിൽ അരാംകോ ആയിരിക്കാം, മറ്റ് പല ഭാഗത്തും. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് ഇറാനിൽ നിന്നായിരുന്നു. അത് മാറ്റി പകരം ഈ ബ്രിക്സിൻ്റെ അംഗരാജ്യമായ റഷ്യയിലേക്ക് ഇന്ത്യ പറ്റിച്ചേർന്നു. ഇത് ട്രംപിനെ കുറേയൊക്കെ വിരളി പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം ഈ കടുത്ത തീരുവ പ്രഖ്യാപിച്ചത്. ഈ രണ്ടാമത്തെ കാരണം അതിൻ്റെ അടുത്ത ഫേസിലാണ് വരുന്നത്. നമുക്ക് ഈ H-1B വിസയുടെ കാര്യമൊക്കെ വരുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ പ്രകോപനം വഴി ട്രംപ് ഇവിടുന്ന് പല വട്ടം വിളിച്ചിട്ട് മോദി ഒരു വട്ടം പോലും ഫോൺ എടുത്തലെന്ന് വളരെ വീരഗാഥത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം നമ്മുടെ ആവശ്യമാണത്. നമ്മുടെ ആൾക്കാർ, അമേരിക്കയുടെ എത്ര ആൾക്കാർ പോയിട്ട് അമേരിക്കയിൽ എത്ര ആൾക്കാർ പോയി ഇന്ത്യയിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ വന്ന് എത്ര പേര് അവിടെ വർക്ക്, കുറേയൊക്കെ ഇമ്പാക്റ്റ് നമുക്ക് സംഭവിച്ചേക്കാം. പക്ഷേ ഇമ്പാക്റ്റിൻ്റെ കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാണ് കടുത്ത
ജേക്കബ് പറയുന്ന പോലെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി, നമുക്ക് ഈ പറയാം, നമ്മൾ രണ്ട് രാജ്യത്തോടും കൂറുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നത്. കാരണം പ്രസിഡന്റ് ട്രംപ് മോഡിനെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഒരു കാരണവശാലും ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന ഒരു നടപടികളും എടുത്തിട്ടില്ല. കാരണം ഇന്ത്യ വളരെ നയതന്ത്ര നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. കാര്യമായിട്ട് ഇപ്പൊ ചൈനയിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓൾറെഡി നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുകളിലാണ് പോയത്. കാരണം ഇന്ത്യ പഠിച്ച പണി 18 നോക്കി. കാരണം 2 or 3 ലോബിയിങ് ഗ്രൂപ്പുകളെ ഇന്ത്യ അസൈൻ ചെയ്തു. പക്ഷേ അമേരിക്ക ഇവിടെ മിച്ചം കിടക്കുന്ന ചോളം വരെയും, അതായത് അഗ്രികൾച്ചർ മേഖലയിലേക്കൊക്കെ സാധനങ്ങൾ കയറ്റിവിടുന്നതിനെ കുറിച്ചും, പിന്നെ ഇന്ത്യയുടെ താരിഫ്, ഓഫ് കോഴ്സ് ഇന്ത്യയിലെ താരിഫുകൾ, ഇന്ത്യയുടെ ടാക്സ് റേറ്റ് വളരെ കൂടുതലാണ്. അത് പല കാര്യങ്ങൾക്കും ഉണ്ട്. അമേരിക്കക്ക് അത് പ്രയോജനം കിട്ടുന്നില്ല. കാരണം അമേരിക്കയുടെ ഒരു ബൈയിങ് കപ്പാസിറ്റി, പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്രമാത്രം ചൈനയിൽ പോയാലും അമേരിക്ക മേടിക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ 4/1, കാരണം ഇന്ത്യയെക്കാളും വില കുറച്ചാണ് അവിടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ചൈനയൊന്നും ഒരു എന്നാ പറയുക, അതിനൊന്നും ഒരു അമേരിക്കയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ, പക്ഷെ ട്രംപിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ട്രംപ് കൃത്യമായിട്ട് ആന്റി ഇമിഗ്രേഷൻ പോളിസി ഓൾറെഡി തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2ാം ടേമിൽ എന്തൊക്കെ നടപ്പിലാക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് നടപ്പിലാക്കിയത്. അതിനെ ഇന്ത്യ ഒരു സൗഹൃദ രാഷ്ട്രം എന്നൊന്നും പ്രസിഡന്റ് ട്രംപ് അതിനെക്കുറിച്ച് കണക്കാക്കിയിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചത്, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി പല പ്രവർത്തനങ്ങളിലും ഇന്ത്യ പുറകോട്ട് പോയിട്ടുള്ളത് ഇന്ത്യക്ക് ദോഷമായിട്ട് ഭവിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അതിന് വിൻസേട്ടൻ മുമ്പേ പറയാൻ വന്നിരുന്നു. അത് ജിൻസെ, ജേക്കബ് പറഞ്ഞ പല കാര്യങ്ങളിലും ഫിലോസോഫിക്കലായിട്ട് ഞാൻ ജേക്കബുമായിട്ട് എഗ്രി ചെയ്യുകയാണ്. അതായത് ഈ നമ്മുടെ ആ ടാരിഫ് കുറയ്ക്കാനായിട്ട് ഇന്ത്യ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ ചൈനയിൽ പോയി വലിയ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് പബ്ലിഷ് ചെയ്യുക, ജയശങ്കറിന്റെ പ്രസ്താവനകൾ, ലീഡേഴ്സിന്റെ പ്രസ്താവനകൾ, ഇതെല്ലാം ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ല. ഈ ആന്റി ഇമിഗ്രേഷൻ പോളിസി ട്രംപിനുള്ളത് ഈ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പറയാനായിട്ട് ഒരു മടിയില്ലാത്ത ഒരാളാണ് ട്രംപ്. ഇപ്പം നാറ്റോയുടെ പെർസെൻറ്റേജ് കൂട്ടുന്ന കാര്യമാണെങ്കിലും, ഇംഗ്ലണ്ടിന് ബാഷ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, കാനഡനെ അഡ്മോണിഷൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും, ഓസ്ട്രേലിയനോട് ആരോടാണെങ്കിലും പുള്ളിക്ക് പറയാനുള്ളത് പറയാൻ യാതൊരു പേടിയും പ്രശ്നമില്ലാത്ത ഒരാളാണ്. അപ്പൊ നാച്ചുറലി ഇന്ത്യ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല മിസ്റ്റേക്കുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് നമുക്ക് തീരുള്ളൂ. ആ ഫോട്ടോ എടുക്കൽ, അത് കഴിഞ്ഞ് ബ്രിക്സിന്റെ കാര്യം ജേക്കബ് പറഞ്ഞതുപോലെ, ഇപ്പം നമ്മൾ ആ പെർസെൻറ്റേജസിനേക്കാൾ കൂടുതൽ ഞാൻ ഇത് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറിൻ ട്രേഡ് സർപ്ലസ് ആണ്. അമേരിക്കയായിട്ട് നമുക്ക് $55 ബില്യൺ ട്രേഡ് സർപ്ലസ് ഉണ്ട്. അത് ചൈനയായിട്ട് വളരെ ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇന്ത്യക്കുള്ളത്. ആ രാജ്യമായിട്ട് പോയി നമ്മളൊരു കോമൺ കറൻസി ഉണ്ടാക്കിയാൽ ആ കോമൺ കറൻസിയുടെ 70% ഓൺ ചെയ്യാൻ പോകുന്നത് ചൈനയാണ്. അപ്പൊ അതൊരു വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ബ്രിക്സ് കോമൺ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യനെ സംബന്ധിച്ച്. അതായത് യാതൊരു രീതിയിലും നമുക്ക്, അതായത് ഈ $50-55 ബില്യൺ ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിലേക്ക് ഓരോ വർഷവും അത്രയും പൈസ വെച്ച് വന്നുകൊണ്ടിരിക്കുക, 55 ബില്യൺ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ചൈനയുടെ കയ്യിലോട്ട് നമുക്ക് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രി ആയിട്ട് നമ്മൾ പോയി ഒരു കോമൺ കറൻസി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വിഡിത്തമുള്ള യാതൊരു ഐഡിയ വേറെ പറയാനില്ല. ഇത് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഫൈനലി എല്ലാ അനലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പ്രാക്ടിക്കൽ അല്ല. പക്ഷേ ഈ അനലൈസ് എല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തു കോമൺ കറൻസിയിൽ ഞങ്ങൾ ചേരും എന്ന് ആരാണ്ടൊക്കെ പറഞ്ഞ ഉടനെ ജനങ്ങളും ഏറ്റുപിടിച്ചു. ഈ TV ചാനലും ഈ ഐ ഡോണ്ട് നോ സ്പെസിഫിക്കലി റിപ്പബ്ലിക് TV പറഞ്ഞോന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുമാതിരി എല്ലാ TV ചാനലുകളും നിങ്ങൾ കേട്ടു ഞങ്ങൾക്ക് അമേരിക്കയിൽ വേണ്ട, ഞങ്ങൾ കോമൺ കറൻസി ഉണ്ടാക്കും ചൈനയായിട്ട്, ബ്രിക്സ് കോമൺ കറൻസി. എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാനാണ് ഈ TV കാർ ഇതിനെന്ന് പറയുന്നത്. അപ്പൊ ജേക്കബ് പറഞ്ഞ ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ ഒരു പോയിന്റ്, അനാവശ്യമായിട്ടുള്ള ഒരു പോയി എരന്ന് വാങ്ങിക്കലായിരുന്നു എന്നുള്ളതിനകത്ത് കുറെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ചൈനയുടെ കയ്യിൽ നിന്ന്, റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കൽ നിർത്തിയാൽ ഈ 25% ഇല്ലല്ലോ. 50% താരിഫ് എന്നതിന്റെ കാരണം റഷ്യയുടെ ഓയിലാണ്, റഷ്യയുടെ ഓയിൽ മേടിക്കുന്നത്. റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തിയാല് ഈ $100,000 എന്ന് പറയുന്ന H1B വിസയുടെ ഫീസിലും ഇളവ് വരാൻ സാധ്യതയില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ ഇത് നമുക്ക് ഒരു 1-on-1 ആയിട്ട് ഒന്നിന് ഒരു ബദലായിട്ട് മറ്റത് സംഭവിക്കുന്നല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ നയതന്ത്രത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ജിൻസ്മോ നേരത്തെ പറഞ്ഞില്ലേ, ചൈനയിലേക്ക് ആൾക്കാരെ
കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞില്ല. അതിന് ഫണ്ടമെന്റലായിട്ട് വേറെ റീസൺസ് ഉണ്ട്. ഞാൻ ഡൂയിങ് സം റിസർച്ച്. അതായത് ചൈന അവിടെ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരോട് പറയുന്ന കാര്യം, ഞങ്ങൾക്ക് കമ്മ്യൂണിസം താല്പര്യമില്ല, ഞങ്ങൾ കമ്മ്യൂണിസത്തിൽ നിന്നും ഫ്രീഡം നോക്കിയാൽ വരുന്നതെന്നാണ് ഈ ബോർഡർ ക്രോസ് ചെയ്ത് വരുമ്പോൾ. ഇന്ത്യക്കാരൻ അങ്ങനെ പറഞ്ഞാൽ അത് ഏൽക്കില്ല. അപ്പൊ ചൈനക്കാരന്റെ അസൈലം കേസസ് ആർ വാലിഡ്. അതുകൊണ്ട് ചൈനക്കാരെ മാസീവായിട്ട് ഡിപ്പോർട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, ചൈനീസ് ഗവൺമെന്റ് കോഓപ്പറേറ്റ് ചെയ്യില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പോളിസിയാണ് ഇന്ത്യക്കാരനാണെന്ന് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ള ഒരാൾ ഇല്ലീഗലായിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. ചൈന അങ്ങനെ ഒരു പോളിസി എനിക്കില്ല. ചൈന പറയും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞങ്ങൾക്ക് ഇയാളെ വേണ്ടെന്ന് പറയും. ഇത് ഡിസിഡന്റ് ആയിരിക്കാം. നമ്മൾ ഇന്ത്യക്കാർ ഈ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ടും ഈ അമേരിക്കക്കാരൻ ഉണ്ടാക്കിയേക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് പോപ്പുലേഷൻ കാരണം ഇന്ത്യക്കാരാണ്. സംഭവം ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും ഇതിനകത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. ബിക്കോസ് 1.4 ബില്യൺ പീപ്പിൾ ആൻഡ് മോസ്റ്റ് ഓഫ് ദം യങ്സ്റ്റേഴ്സ്. സോ ഇന്ത്യക്കാരൻ എന്തെങ്കിലും അഫക്റ്റഡ് ആയാൽ ഉടനെ അത് ഭയങ്കര ന്യൂസായി, വലിയ സംഭവമായി. ഇത് ചൈനയിലേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നൊക്കെ ഉണ്ട്. പക്ഷെ മാസീവായിട്ട് ഒരു പ്ലെയിൻ ഇന്ത്യയിലേക്ക് ചെന്നു അവരെ വിലം കിട്ട് കൊണ്ടുചെന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമായി. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇതിനെപ്പറ്റി അറിഞ്ഞത്. ബാക്കി എല്ലായിടത്തോട്ടും ഇതുപോലെ വിടുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്കാര് വളരെ ഇമോഷണൽ ആയിട്ടാണ് ഈ ഓരോ സംഭവത്തിനോടും റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം എന്താ ചെയ്ത്, കാനഡ ആദ്യം ഭയങ്കര പണിഷ്മെന്റ് ഒക്കെ പ്രഖ്യാപിച്ചില്ലേ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാലും ചുരുട്ടി ഇവിടെ ഒന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തു. അവരതൊരു അവരുടെ പ്രാക്ടിക്കലായിട്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു അവർ നോക്കുന്നുള്ളൂ. ഇന്ത്യക്കാരൻ അങ്ങനെയല്ല നോക്കുന്നത്. ആർഗ്യുമെന്റിൽ ആർക്ക് ജയിക്കാൻ പറ്റും, ഡിബേറ്റ് ജയിക്കുക. നമ്മൾ പ്രാക്ടിക്കലാണ് സംഭവം പ്ലേ ചെയ്യുന്നത്. ആ പോയിന്റ് ഇന്ത്യക്കാരൻ എപ്പോഴും മറന്നു പോകുന്നു. മണി പ്ലേസ് whatever politics policy that is going to come to you. വിൻസെന്റ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ചൈനയുടെ ഉയർച്ചയില് പ്രകോപിതരായിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള നമ്മളുടെ തുടർച്ചയായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള ഓരോ ചർച്ചകൾ നടന്നതും എങ്ങനെയെങ്കിലും ചൈനയുടെ ആ ഒരു വളർച്ചയെ ത്വരിതഗതിയിലുള്ള വളർച്ചയെ നമ്മൾ നിർത്തലാക്കണം. ചൈന മുന്നോട്ട് പോകുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നുള്ള ഒരു ധ്വനി ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ അമേരിക്കയിൽ നിന്ന് വരുന്ന എല്ലാ ചൈനയുമായി സംബന്ധപ്പെട്ടിട്ടുള്ള വാർത്താക്കുറിപ്പുകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ വിദഗ്ധ അഭിപ്രായങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് ഉടലെടുത്തതാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രത്യേക ഒരു ഘട്ടത്തില് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു താരിഫ് ആയാലും ഈ ഒരു ഫീസ് വർധനയായാലും ഈ റിവേഴ്സ് ബ്രെയിൻ ട്രെയിൻ എല്ലാം ചൈന അതിനെ അഡ്വാൻസ്ഡ് ആക്കുമ്പോഴത്തേനും അത് ചൈനയെ വീണ്ടും വളർത്തുകയല്ലേ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് അതെ, നമ്മളിത് ഇപ്പം ഇതെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുന്ന എന്തിനാണ്? ഡിഫൻസ് പോളിസി, മിലിറ്ററി കോഓപ്പറേഷൻ, അതിനകത്ത് അമേരിക്കക്ക് ഇന്ത്യനെ വേണം. അത് യാതൊരു സംശയവുമില്ല. മാർക്കോ റൂബിയോ ഇന്നലെ കഴിഞ്ഞ ദിവസവും മീറ്റ് ചെയ്തു ജയശങ്കർ. ക്വാഡ് ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ. അമേരിക്ക ട്രംപിന്റെ ഏറ്റവും വലിയ ഗോൾ എന്തായിരുന്നു? ട്രംപ് എന്തിനാണ് ഈ പുടിനെ പറ്റി നൈസായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ഡെമോക്രാറ്റ്സ് ഇത്രയും ബഹളമൊക്കെ ഇത്രയും ഉണ്ടാക്കാൻ കാരണം പുടിൻ എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നു. റഷ്യയിൽ അതും വേറെ കണക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഒന്നും ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. സെയിം തിങ് ഹി ഡിഡ് വിത്ത് ഇന്ത്യ. വാട്ട് വാസ് ഹിസ് ഗോൾ? ടു ഗെറ്റ് ഇന്ത്യ ആൻഡ് റഷ്യ ഓൺ ദി അമേരിക്കൻ സൈഡ് so that he can alienate China. That was his defense foreign policy requirement. അതാണ് ട്രംപിന് വേണ്ടത്. ബിക്കോസ് ചൈന ഒരു ഇന്ത്യനെ പോലെ ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യയുടെ കാര്യം നോക്കി ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഹാപ്പി ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ എച്ചുകൊണ്ടുള്ള ആൾക്കാരെ വിട്ടു, ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിൽ എങ്ങനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും, അമേരിക്കനെ എങ്ങനെ നമ്പർ 2 ആക്കാൻ പറ്റും എന്ന് ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ത്യ വാസ് ഓൾവേസ് റെഡി ടു ബി നമ്പർ 2, നമ്പർ 3, വാട്ട് എവർ ഇറ്റ് ഈസ്. ചൈന ഓൺ ദ അതർ ഹാൻഡ് എന്താ ചെയ്തത്? ഇതെങ്ങനെ ഇതിന്റെ മുകളിൽ കയറി ഇപ്പം ഗ്ലോബൽ ആയിട്ട് അവർക്ക് ടെറിട്ടോറിയൽ അംബിഷൻസ് പോലും ഉണ്ട്. അതുകൊണ്ടാണ് പനാമ കനാലിൽ ഒന്ന് ഇറങ്ങിയിരിക്കുന്നത്. ട്രംപ് എന്തിനാണ് ഗ്രീൻലാൻഡ് പറയുന്നത്? ഗ്രീൻലാൻഡിലെ ഓപ്പറേഷൻ അവർ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നു ചൈന. അപ്പൊ ചൈന ഒരു ഗ്ലോബൽ ത്രെറ്റാണ് അമേരിക്കയ്ക്ക്. ഇന്ത്യ അങ്ങനെ അല്ല ഒരിക്കലും. ഇന്ത്യക്ക് കയ്യിലുള്ളതും കൂടി ഇന്ത്യ വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. ഇന്ത്യ ഒരു ടെറിട്ടോറിയൽ അംബിഷൻ ഇല്ലാത്തൊരു രാജ്യമാണ്. അപ്പൊ ഇന്ത്യനെ ട്രംപ് ഒരിക്കലും അങ്ങനെ ഒരു ഫിയർ ഇല്ല ഇന്ത്യനെ പറ്റി. ഇപ്പൊ റഷ്യ ഓൺ ദ അതർ ഹാൻഡ് ഈസ് വെരി വീക്ക് കൺട്രി. കുറെ ആറ്റം ബോംബ് കയ്യിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പുള്ളി പറഞ്ഞല്ലോ, പേപ്പർ ടൈഗർ. He said in the model in the UN, Russia is a paper tiger. He knows that. അപ്പൊ ഈ റഷ്യയിലെ ആറ്റം ബോംബ് ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ പോയി ഏത് ഇസ്ലാമിക് പോളിസി ആണെങ്കിലും ഇസ്ലാമിക് രാജ്യങ്ങളോടുള്ള പോളിസി ആണെങ്കിലും എന്ത് പോളിസി എടുത്താലും റഷ്യ മറ്റേ സൈഡിൽ കൂടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഇറാനിൽ കൊണ്ടേ ബോംബിട്ടു. ഈ ബോംബിട്ടപ്പോഴത്തേക്കും പുടിൻ മിണ്ടാണ്ടിരുന്നോ? എന്താ പുള്ളി? അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ മീറ്റിംഗ് നടത്താനുള്ള പരിപാടികളും ന്യൂസും ഒക്കെ ആയിട്ട് പുടിൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു.
ഇപ്പം ശത്രുതയിലിരിക്കുന്ന സമയത്താണെങ്കിൽ പുടിൻ പറയും ഞാൻ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടുന്നു പറയും. പ്രശ്നമായോ? സോ ഹി ഈസ് കൺഫ്യൂസിങ് പീപ്പിൾ സോ ദാറ്റ് വാട്ട് എവർ അമേരിക്ക ഹാസ് ടു ബി ഡൺ. ഇന്ത്യനെ പുള്ളി ഒരു വലിയ ഫോഴ്സ് ആയിട്ടോ ഒരു ത്രെറ്റ് ആയിട്ടോ ഒന്നും പുള്ളി കൺസിഡർ ചെയ്യുന്നില്ല. ഇന്ത്യക്കാരനാണ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യൻ റുപ്പിയിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പൊ പോലും ഫുള്ളി കൺവെർട്ടിബിൾ പോലും അല്ലാത്ത റുപ്പിയിൽ ട്രേഡ് ചെയ്യുന്നു. ഞാൻ ഈ TV ചാനലുകളിൽ കേൾക്കുന്നതാണ് ഇന്ത്യക്കാരിന്ന് പറയുന്നത് ഞങ്ങൾ വേണമെങ്കിൽ റുപ്പിയിൽ ട്രേഡ് ചെയ്ത് കളയും. നമ്മളായിരിക്കുന്ന നിലയിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. നമ്മുടെ ബുദ്ധി കുറവല്ല ഇത്. ഞാൻ പറയുന്നില്ലേ, ഇപ്പൊ സത്യനാടല്ലേയും സുന്ദർ പിച്ചായി എല്ലാം കൂടിയാണ് അമേരിക്കയിൽ IT ഇൻഡസ്ട്രി കീപ്പ് ചെയ്യുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വൈ ദീസ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ് ഇൻ ഇന്ത്യ? ദേ ഹാവ് ടു കം ടു അമേരിക്ക ടു ഡു ദിസ്. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന നിലയിൽ നമ്മുടെ പോളിസികളിലുള്ള പ്രശ്നങ്ങൾ മാറ്റി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. ഞാൻ പറഞ്ഞു ഇസ്രായേലിന്റെ പോലെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ അമേരിക്കയായിട്ട് വഴക്കുണ്ടായ ഉടനെ ചൈനയിൽ പോയി വലിയ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മോഡി എന്താ വിചാരിച്ച് ഫേസ്ബുക്കാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്? ഫേസ്ബുക്ക് അല്ല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എന്ത് സംഭവം നമുക്കിപ്പോ ഈ നമ്മുടെ പ്രസിഡന്റിന്റെ ഈ നടപടികൾ കൊണ്ട് ഇന്ത്യക്ക് ഗുണമാണോ അതോ ദോഷമാണോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കുറെ സമയം കൂടെ വേണ്ടി വരും. ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഈ നമ്മുടെ വീട് സ്വർഗമാണോ നരകമാണോ എന്നൊരു ഒരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് സ്വർഗമാകണമെങ്കിൽ നമ്മൾ പറയുക അമേരിക്കൻ സാലറി, ഇന്ത്യൻ വൈഫ്, ബ്രിട്ടീഷ് ഹൗസ്, ചൈനീസ് ഫുഡ്, ഇങ്ങനെ കുറെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തു വന്നാൽ അതൊരു സ്വർഗമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ വൈഫിനെ, ഇന്ത്യൻ സ്ത്രീകളെ അതുപോലെയാണ് ലോകത്തെല്ലായിടത്തും കാണുന്നത്. കാരണം ഈ പറയുന്ന പോലെ ഒരു നല്ല കുടുംബിനിയായിട്ട് സാക്രിഫൈസ് ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ നരകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ വൈഫ്, ഇന്ത്യൻ സാലറി, ബ്രിട്ടീഷ് ഫുഡ്, ബ്രിട്ടീഷുകാരന് പ്രത്യേക ഭക്ഷണമൊന്നുമില്ല, നമ്മുടെ ചിക്കൻ ടിക്ക മസാലയൊക്കെയാണ് അവരുടെ. ചൈനീസ് ഹൗസ്, കാരണം ചൈനക്കാരുടെ വീടുകൾ വളരെ മോശമാണെന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൂടി കഴിഞ്ഞാൽ നരകമായി എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ സാലറിയെ കോമ്പീറ്റ് ചെയ്യാനായിട്ടോ ചലഞ്ച് ചെയ്യാനായിട്ടോ ഇന്ന് ലോകത്ത് ഒരു സാലറി ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ നമ്മുടെ പ്രസിഡന്റിന്റെ ഈ നടപടികൾ ഇന്ത്യക്ക് അത് ഗുണകരമായി മാറുമോ ഇല്ലയോ എന്ന് ഇനി വരും കാലങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.